ഇന്ന് നമ്മൾ കരൾ വീക്കം അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കരളെന്ന് പറയുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പ്രധാനപ്പെട്ട ഒരാളിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ കരളിൻ്റെ കരളെ എന്നൊക്കെയാണല്ലോ. അപ്പോൾ തന്നെ നമുക്കറിയാം, കരളെന്ന് പറയുന്നത് ഏറ്റവും ശരീരത്തിൽ നടക്കുന്ന എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിൻ്റെയും ഒരു കേന്ദ്ര ബിന്ദുവാണ്. ഹൃദയം പോലെ തന്നെ സുപ്രധാനമാണ്. അപ്പോൾ ഈ കരൾ വീക്കം അല്ലെങ്കിൽ ഫാറ്റി ലിവർ എന്നുള്ള കാര്യം ഇപ്പം നമ്മൾ മുമ്പ് മദ്യപിക്കുന്ന ആൾക്കാരിൽ കരൾ രോഗമുണ്ടായിരുന്നു. അവർ പലപ്പോഴും ഗുരുതരമായ കരൾ രോഗത്തിന് അടിമപ്പെട്ട് അവസാനം ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. മദ്യപാനികളല്ലാത്ത ചെറുപ്പക്കാരായിട്ടുള്ളവർക്ക് പോലും കരൾ വീക്കം അഥവാ ഫാറ്റി ലിവർ എന്നുള്ള ഒരു പ്രശ്നം നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫാറ്റി ലിവർ? ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, സത്യത്തിൽ ഫാറ്റി ലിവർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ മെറ്റബോളിക് സിൻഡ്രോം എന്ന് നിർവചിക്കപ്പെടുന്ന ചില പ്രശ്നങ്ങളുടെ ഒരു സമുച്ചയമുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞു, ഈ മോഡേൺ യുഗത്തിൻ്റെ ഒരു ശാപമാണ് അമിതമായിട്ട് ആഹാരത്തിൻ്റെ ഉപലബ്ധതയും അതിനനുസരിച്ച് കുറഞ്ഞ വ്യായാമവും. അത് നമുക്കറിയാം. അപ്പോൾ ഇത് ഈ മോഡേൺ യുഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വരുമ്പോൾ വളരെ ചെറുപ്പക്കാരിൽ തന്നെ നമ്മൾ കണ്ടുവരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അമിതഭാരം അല്ലെങ്കിൽ അമിതവണ്ണം. അതിൽ നിന്ന് വരുന്ന അമിതമായിട്ടുള്ള ആന്തരികമായ കൊഴുപ്പ്, അതിൽ നിന്ന് വരുന്ന ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ. വളരെ ചെറുപ്പക്കാർ തന്നെ ഹൃദ്രോഗികളായി മാറുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സമുച്ചയത്തിനെ, അതായത് ഹൈ ബ്ലഡ് പ്രഷർ, അമിതവണ്ണം, ഹൈ കൊളസ്ട്രോൾ, പ്രമേഹം, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സമുച്ചയത്തിനെ നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നു. ഈ മെറ്റബോളിക് സിൻഡ്രോം നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഒരു മുഖമുദ്രയാണ്. അഥവാ ചികിത്സകർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ മെറ്റബോളിക് സിൻഡ്രോം. ഇതിൻ്റെ അടുത്ത തലമാണ് ഈ ഫാറ്റി ലിവർ അഥവാ കരളിലെ കൊഴുപ്പടിയൽ എന്ന് പറയുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അമിതമായിട്ട് ഊർജ്ജമടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയും ആ ഊർജം ചെലവാക്കത്തക്ക ശാരീരിക അധ്വാനമോ വ്യായാമമോ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് കൊഴുപ്പ് നമ്മുടെ കരളിൽ കുമിഞ്ഞുകൂടുന്നത്. ഇതിനെയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഇന്ത്യൻസിനെ എടുക്കുകയാണെങ്കിൽ, ഏഷ്യൻസിനെ, അതിൽ തന്നെ ഇന്ത്യൻസിനെ കണക്കാക്കുകയാണെങ്കിൽ, സത്യത്തിൽ കാഴ്ചയിൽ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ പോലും അവർക്ക് ആന്തരികമായ കൊഴുപ്പ് അധികമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അതിന് തിൻ ഫാറ്റ് ഇന്ത്യൻ എന്ന ഒരു രസകരമായ പേരുമുണ്ട്. അതായത് തിന്നായി നമുക്ക് തോന്നിക്കുന്ന, മെലിഞ്ഞതായി നമുക്ക് തോന്നിക്കുന്ന ഒരു ഭാരതീയൻ ആന്തരിക കൊഴുപ്പ് ഉള്ള ആളായിരിക്കാൻ സാധ്യതയുണ്ട്. തിന്നാണ്, അതേസമയം ഫാറ്റാണ്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രത്യേകതയും കൂടെ ഭാരതീയർക്കുണ്ട്, ഇന്ത്യൻസിനുണ്ട്, അല്ലെങ്കിൽ ഏഷ്യൻസിനുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരിൽ ആന്തരികമായ കൊഴുപ്പടിയാനും അതിൽ നിന്ന് അതേ കൊഴുപ്പ് ലിവറിൽ അടിയുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകാനും ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ ഒരു രോഗം എടുക്കുകയാണെങ്കിൽ ആദ്യഘട്ടങ്ങളിൽ ഇത് പല ഘട്ടങ്ങളിൽ ആദ്യം കൊഴുപ്പടിയുന്നു, പിന്നെ കരൾ വീക്കമുണ്ടാകുന്നു, അതിനുശേഷം സിറോസിസ് അഥവാ നമുക്ക് തിരുത്താൻ വയ്യാത്ത കരൾ രോഗത്തിലേക്ക് പോകുന്നു. അത്തരം കരൾ രോഗമാണ് നമുക്ക് അതിന് കരൾ മാറ്റിവെക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു സ്ഥായിയായ പരിഹാരം നിർദ്ദേശിക്കാനില്ല. മരുന്നുകളുണ്ട്, നിയന്ത്രണത്തിൽ നിർത്താൻ മാത്രമാണ്. അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിയന്ത്രണത്തിൽ നിർത്താൻ മാത്രമാണ് ആ ഘട്ടത്തിൽ മരുന്നുകളുള്ളത്. ആ ഘട്ടത്തിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് ചികിത്സയായിട്ട്, ഒരു പൂർണ്ണമായ ചികിത്സയായിട്ട് നിർദ്ദേശിക്കാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ കരൾ രോഗം ആദ്യഘട്ടങ്ങളിൽ എടുക്കുകയാണെങ്കിൽ യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായില്ല എന്ന് വരാം. പക്ഷേ നമുക്ക് അമിതമായി കുറച്ച് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള അമിതഭാരമുള്ള ഒരു വ്യക്തിയിൽ കരൾ രോഗം ഉണ്ടോ എന്ന് തിരയേണ്ടത് അത്യാവശ്യമാണ്. വളരെ ചുരുക്കം ചില ആൾക്കാരിൽ വയറിൻ്റെ വലത് ഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് ചെറിയൊരു ഡൾ ഏക്ക് അല്ലെങ്കിൽ ഒരു ഭാരം പോലെയുള്ള ഒരവസ്ഥ തോന്നാം, അതുപോലും ഇല്ലാതെയും ഇരിക്കാം.
അത് കഴിഞ്ഞാണ് ലിവർ വീക്കത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതിനുശേഷമാണ് സിറോസിസ് ഉള്ള ഇർറിപ്പയറബിൾ അല്ലെങ്കിൽ തിരുത്താൻ വയ്യാത്ത ഒരു കരൾ രോഗത്തിലേക്ക് ചെന്നെത്തുന്നത്. അതിലും ഈ ഒരു പ്രക്രിയയ്ക്ക് ഏകദേശം ഒരു 20 മുതൽ 30 വർഷ കാലഘട്ടം നമുക്ക് എടുക്കും. ഈ കാലഘട്ടം എല്ലാം നമ്മുടെ കയ്യിൽ തിരുത്താനുള്ള ഒരു കാലമാണ് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള അത്രയും സമയം നമുക്ക് നമ്മുടെ ജീവിതചര്യ ശരിപ്പെടുത്താനും കരൾ രോഗത്തിനെ ശരിപ്പെടുത്തിയെടുക്കാനും അല്ലെങ്കിൽ തീവ്രമായ കരൾ രോഗത്തിലേക്ക് പോകാതിരിക്കാൻ തടയാനും നമുക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന കാലയളവാണ്. അപ്പോൾ അത് നമ്മൾ നന്നായി വിനിയോഗിച്ചാൽ ഒരു ഡേഞ്ചറസ് കരൾ രോഗത്തിലേക്ക് ഒരു വ്യക്തി കടക്കാതിരിക്കും. ഈ കരൾ രോഗം സിറോസിസിൻ്റെ ഘട്ടം കഴിഞ്ഞാൽ കരളിൻ്റെ ക്യാൻസേഴ്സിലേക്ക് അല്ലെ ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമയിലേക്ക് പതുക്കെ കടക്കാവുന്നതാണ്. അപ്പോൾ അത്രമാത്രം തീവ്രമാണ് ഈ വളരെ നിസ്സാരനായ കൊഴുപ്പ് എന്ന് പറയുന്ന സംഗതി സൃഷ്ടിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്ന് ആരോഗ്യകരമായ ജീവിതശൈലി. ഇത്തരത്തിൽ ഉള്ള ഫാറ്റി ലിവറിന് തീവ്രത കൂട്ടാം ആൽക്കഹോളും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. അതായത് കരൾ രോഗം ആൽക്കഹോൾ റിലേറ്റഡ് ഫാറ്റി ലിവറുമുണ്ട്, ആൽക്കഹോളുമായിട്ട് ബന്ധമില്ലാത്ത ഉപയോഗിക്കാത്തവരിലെ ഫാറ്റി ലിവറുമുണ്ട്. പക്ഷേ ആൽക്കഹോൾ ഉപയോഗിക്കാത്തവരിൽ ഫാറ്റി ലിവർ ഉണ്ടായാൽ ആൽക്കഹോളും കൂടി അതിൻ്റെ പുറമെ ഉപയോഗിച്ചാൽ അതിൻ്റെ തീവ്രത വളരെ വേഗം വളരെ അധികം കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് സാധാരണയായി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം, ഇപ്പോൾ ഒരു മെഡിക്കൽ ടെസ്റ്റിൻ്റെ ഒരു യുഗമാണ്. അതിന് മോശം പറയാൻ പറ്റില്ല. കാരണം ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലക്ഷണരാഹിത്യമാണ്, ലക്ഷണങ്ങളില്ല. അത്തരത്തിലുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇത്തരം റുട്ടീനായിട്ടുള്ള ചില പരിശോധനകൾ നടത്തുന്നത് നല്ലത് തന്നെയാണ്. അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുമ്പോൾ ലിവർ ഫങ്ഷനിൽ SDOT, SGPT അല്ലെ AST, ALT എന്നൊക്കെ പറയുന്ന സംഗതികളുടെ അളവ് കൂടുതൽ കാണുകയും ഒരു അൾട്രാസൗണ്ട് വയറിൻ്റെ എടുക്കുമ്പോൾ അതിൽ ഫാറ്റി ലിവർ എന്ന് റിപ്പോർട്ട് വരികയും ചെയ്താൽ ഏറെക്കുറെ നമുക്കിത് ഫാറ്റി ലിവർ ആണ് എന്ന് തീർച്ചപ്പെടുത്താം. ഈ ഘട്ടത്തിൽ മരുന്നുകളല്ല ആവശ്യം, ജീവിതശൈലി മാറ്റങ്ങളാണ് ആവശ്യം. ഒരാരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം, കൂടുതൽ വ്യായാമം ചെയ്യാൻ ഒരു സമയം കണ്ടെത്തുക, 35-40 മിനിറ്റിൽ കുറയാതെ ശരീരത്തിൽ ഊർജം ചെലവഴിക്കത്തക്ക വ്യായാമത്തിൽ ഏർപ്പെടുക എന്നൊക്കെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഊന്നൽ നൽകേണ്ടത്. മരുന്നുകൾ പിന്നീടുള്ള സിറോസിസിൻ്റെ ഘട്ടത്തിൽ പല പല ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒക്കെ അന്നേരമാണ് നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അവിടെ മാത്രമേ മരുന്നുകൾക്ക് പ്രസക്തിയുമുള്ളൂ. അതുവരെ ജീവിതശൈലിയുടെ മാറ്റങ്ങൾ എന്ന് വീണ്ടും അടിവരയിട്ട് പറയട്ടെ. ഒരു ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് നമ്മളുടെ ഈ സംവാദം നിങ്ങളെ നയിക്കുന്നെങ്കിൽ ഈ സംവാദം വിജയിച്ചു എന്ന് ഞാൻ കരുതും. പക്ഷേ ഈ ജീവിതശൈലി മാറ്റങ്ങൾ വരേണ്ടത് ഒരു 40 വയസ്സായി കഴിഞ്ഞോ 50 വയസ്സായി കഴിഞ്ഞോ അല്ല. 8 വയസ്സുള്ള കുട്ടികളിൽ, 10 വയസ്സുള്ള കുട്ടികളിൽ, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആഹാരത്തിൽ താല്പര്യം തോന്നിത്തുടങ്ങുന്ന പ്രായത്തിലെങ്കിലും ഇത്തരം രോഗങ്ങൾ ഉണ്ട്. ഇവ നമ്മൾ തടയേണ്ടതുണ്ട്. എന്താണ് ആരോഗ്യകരമായ ഭക്ഷണം എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ധാരണ കുട്ടികൾക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതം. കാരണം വളരെ മിടുക്കന്മാരായ കുട്ടികളാണ്. ബൗദ്ധികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ വളരെ ബുദ്ധിമാന്മാരും പല വിധത്തിലും പല ഗുണങ്ങളുമുള്ള കുട്ടികളാണ് ഇന്നത്തെ തലമുറ. പക്ഷേ അവർ വന്ന് ഒരു ജീവിതത്തിൻ്റെ പ്രൈമിലെത്തുമ്പോൾ അവർ രോഗികളായി മാറാൻ പാടില്ല എന്നുള്ളതാണ് എനിക്കിതിൽ നിന്നും നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം.